ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഒരു അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഏട്ടാ? എവിടേക്കാണ് പോകുന്നത്? കാനൂ ഗാർഡനിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കേട്ടോ വന്ന് ഇറങ്ങിയത്. ആയിരശിനെ പേടിയാണല്ലോ. ആയിരശി അങ്ങനെ ഒന്നും ആക്കൂല. ബഹ്റൈനിലെ അയ്യപ്പ ക്ഷേത്രം കേട്ടോ ഗൈസ്. നാട്ടിലെ അമ്പലം പോലെ തന്നെ നല്ലൊരു വൈബിന് കിട്ടിയിട്ടോ ഇവിടെ വന്നപ്പോൾ. ഫ്രൈ ആണ്, നല്ല ചൂടാ. ശബരിമലയിൽ നിന്ന് പോയി വന്നിട്ട് മാറിയാൻ തോന്നുന്നു. കാറിലേക്ക് കയറുന്നിട്ടപ്പാ. എടുത്തുണ്ട് വരെ പപ്പൻ്റെ വണ്ടി ഒരു വണ്ടിയാണ്. അരിശിയിൽ കയറുന്നുണ്ടോ? അങ്ങനെ ഇന്ന് ഫ്രൈഡേ ആണ് ഗൈസ്. ഡേ 4 അല്ലേ അഖിലേട്ടാ? 4 ആണോ 5 ആണോ? ഡേ 4. ഞങ്ങൾ ടെമ്പിൾ അയ്യപ്പ ടെമ്പിളിൽ പോയി വന്നു. നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അയ്യോ അതോന്റെ മോളാണ്. ഇതാ അവിടുന്ന് ചായ കുടിക്കാൻ വന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് മുട്ടായി കിട്ടി. Yes. Wow. What is what? Wow. മുട്ടായി അന്നോട്ടെ ഇറച്ചി കാണിച്ചിട്ടുണ്ടോ? ഇവിടെ അല്ലേ? പറക്കാൻ കാര്യം പറക്കേണ്ടി വരും. എന്ത് എന്താ എനിക്ക് വേണം. പപ്പ വാങ്ങിട്ടോ? ഞാൻ കേട്ടില്ല. എനിക്ക് വേണം, മാഗി വേണം. അയ്യോ ഡയറിഷോ. ഞങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. ഉച്ചയെല്ലാം 4 മണിയാവാനായില്ലേ? അപ്പോൾ ജയശേട്ടൻ്റെ വകയാണെന്ന് ഫുഡ് എന്നാ പറഞ്ഞേ. ഫ്രൈഡേ അല്ലേ ജയശേട്ടാ? എന്താ മൗനം സമ്മതമാണോ? മൗനം സമ്മതം.
വണ്ടിയില്ലേ? ഈ തെറിയാണോ പറയുന്നത്? എന്റെ അടുത്ത് ഇല്ല. അതാ ഞാൻ ഫോണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദേശേട്ടാ എറിഞ്ഞ് കാണിച്ചത് പൈസ. റീഫല്ലേ യമല്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നേ. മന്തി മതി എന്ന് പറഞ്ഞാൽ കൊണ്ടാട്ടോ. അരിശ ചെറുങ്ങനെ പനിക്കുന്നുണ്ട് ഗൈസ്. അരിശുട്ടാ ആണോ? ഒരു പരിമന്തി കൊട്ടിക്കൊക്കെ മാറേട്ടാ. ഫാമിലി അന്തപുരത്തിൻ മഹാറാണി ഞാൻ ഇരിക്കുകയാണ്. പപ്പ എല്ലാരും ഷിയാസ് മാമൻ എല്ലാരും ഇരിക്കുകയല്ലേ ഹരിഷേ? ദൂരെ നിക്കുക. പ്രാവിന്റെ ഇറച്ചിയാണ് മീൻസ്. നമ്മള് മിക്സ് ചെയ്യണ്ട. വെള്ളക്കോട്ട് പറ്റി വെച്ചിട്ട് കുത്തിരിക്കി ഫുഡ് ട്രീറ്റ്. യമനി മന്തി. നല്ല യമനി മന്തിയാണ്. പ്രാവിന്റെ ഇറച്ചിയല്ല കേട്ടോ. ഞങ്ങൾ ജേഷൻ ചർച്ച ചെയ്തെന്നോ? ഇപ്പോ ഒരാഴ്ച ജയചേട്ടൻ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നോ കഴിച്ചോ? ഏതാ വെള്ളം പിടിച്ച വെള്ളം അവിടെ വെച്ചോ. ടാങ്ക് വെള്ളം കുടിക്കും. പിന്നെ കുഴപ്പമില്ല, എല്ലാം കുടിക്കും. ഒരു ദിവസം കുടിച്ചില്ലെങ്കിലും അന്ന് തല കുത്തി കിടക്കണം അല്ലേ? ശരിക്കും ഇങ്ങനത്തെ കുടിക്കരുത്. ദേശന്റെ കയ്യിൽ ഫുള്ളായിട്ട് സൂചിച്ചിട്ടുണ്ട്. ദേശം യൂട്യൂബിലൊക്കെ ഇടും. എന്താ വേണ്ടേ? എന്താ ഗണപതിക്ക് വേണ്ടേ? ഷിയാസ് പൂജ ചെയ്യുമ്പോരാ ഓരോന്നതിനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ എന്താ ഏട്ടാ പറഞ്ഞേ? ചെടിച്ചട്ടിയിലൊക്കെ നിധി എന്നാ ആരാങ്ങളെ കാരണം വെച്ചിട്ട്. ഓ ഹാ ഇനി പോയാൻ വേണ്ടി എന്താ കഴിക്കാൻ ചേട്ടാ? ഇനി പോയ വേണം കുപ്പായ കഴിക്കുക. ഇത്രയും പള്ളർച്ച് ഫുഡ് വെച്ചിട്ട് പോയ വേണം കഴിക്കാൻ. ഞാൻ വിചാരിച്ചിരുന്ന പഞ്ചസാര ആയിട്ടുള്ള മാറ്റി കൊടുത്താണോ? ഓടോ ജിഎംസിക്കാരൊക്കെ പറയും. ഫുഡ് കഴിച്ച് ഞങ്ങളത് തിരിച്ച് എത്താനായി. വ്ളോഗ് അനദർ പാർട്ട് വീഡിയോ. പരീക്ഷക്കാരിക്ക് വിഷമം കഴിക്കുന്നത്.
ഞാനും ഷിയാസും അഖിലേട്ടൻ അറിയാണ്ട് നമ്മളെ ഫ്ലാറ്റിന് നേരെ മുന്നില്ല 24 അഖിലേട്ടൻ ജിമ്മിലേക്ക് ഇറങ്ങി ഞങ്ങൾ വെറുതെ ആൻഡ്ലോസ് ഗാർഡനിലും പോവാം ഷോപ്പിങ്ങും കയറാൻ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. ഷോപ്പിംഗ് അല്ല കേട്ടോ, ജസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. എല്ലാ പ്രാവശ്യം വരുന്ന ഒരു സ്ഥലം ഈ 24. $3 കേട്ടോ ഇതിപ്പോൾ. പക്ഷെ വലിയ ഓഫറൊന്നുമില്ല ഇവിടെ. സ്കേർട്ടിന് വരുന്ന എത്രയാണ് നോക്കാമല്ലോ. 3.5 എന്ന് പറയുമ്പോൾ നാട്ടിലെ 1000 രൂപീസിനടുത്ത് എത്താനായി. മോൻ്റെ കയ്യിലിടുന്ന എടുത്തൊക്കെ സുഖം. 2.9 ആണിത്. ഇത് 200 രൂപീസ് ഓൺലി. ജെൻസിൻ്റെ ആകെ അല്ല, ചെറിയ മക്കള് ബോയ്സിൻ്റെ ആകെ ഇതേ ഉള്ളൂ. റെഡ് ടാഗിലേക്ക് എത്തി. സ്പ്ലാഷും റെഡ് ടാഗും അടുത്തടുത്തതിനെ കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. ഓഫർ മീഡിയമാണ്, കുഴപ്പമില്ല. റെഡ് ടാഗും സ്പ്ലാഷും കഴിഞ്ഞ് ആൻഡ്ലോസ് ഗാർഡനിലേക്ക് പോകാം. ബട്ട് നടക്കാനാവുന്നില്ല ഐറിഷിനെയും കൊണ്ട്. ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. കണ്ടേ കളർ മാറിയിട്ടുള്ളൂ. ഞാൻ ഇത് നല്ലോണം പഴുക്കുന്നത് പഴുത്ത ടൈപ്പ് ഉണ്ടാവില്ലേ, അത് നല്ല രസം ഉണ്ടാവാം. ഞാൻ അരച്ച് കഴിച്ചത്